അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് വരികയാണ്. ആഹ് ഹദീസ് എങ്ങനെ തള്ളാമെന്ന് കൃത്യമായിട്ട് വിവരിക്കുന്ന ഒരു പണ്ഡിതനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വേറെ ആരുമല്ല, നമുക്കെല്ലാം സുപരിചിതനായ ലിയാഖത്ത് എങ്ങനെയാണ് ഹദീസിനെ സ്വീകരിക്കുന്നതും അത് വായിക്കുന്നതും അതിനെ മനസ്സിലാക്കുന്നതും അതിനെ ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും. വലിയ പണ്ഡിതനാണ് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. എന്തായാലും നമ്മൾ കളിയാക്കല്ല, ഒന്നുകിൽ സംഭവം അറിയില്ല അയാൾ, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അയാൾ ഈ വിഷയം അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിഷയത്തിലേക്ക് കിടക്കാം. സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവിടെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, കൂട്ടമായിട്ട് ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല എന്ന് UAE-യുടെ അവര് അബ്ദുള്ള അബ്ബാസിൽ അടക്കമുള്ള ആളുകൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. 5 തെളിവോളം അവര് മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ എങ്ങനെ തള്ളാം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഷാ അല്ലാഹ്. അതുപോലെ വിശദീകരിച്ചു കേട്ടോ. ഹദീസുകൾ ഏറ്റവും വിശ്വാസയോഗ്യമായി മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം 2797 ഹദീസ്. അതിൽ പറയാം ഖാല അബൂജഹൽ പറഞ്ഞു, മക്കയിൽ മുശ്രിക്കുകളുടെ ആര് പറഞ്ഞു നോക്കാം? കാല അബൂജഹൽ ട്ടോ. ഹദീസ് ഉദ്ധരിക്കണ്ട, ഹദീസാണ്. കാല അബൂജഹൽ. അബൂജഹലിന്റെ വാക്കുകളൊക്കെ ഹദീസായി വന്നത് ഞാൻ അറിഞ്ഞില്ല സാർ. അബൂജഹലിന്റെ വാക്കുകൾ ഹദീസായിട്ട് വന്നത് ഇയാൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മളും അറിയില്ല അങ്ങനെ ഒരു വാക്ക് ഹദീസായിട്ട് വന്നത്, നമ്മളും അറിയില്ല എന്നുള്ളതാണ്. ഖുറാനിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് ഫിറൗനെ പറ്റിയും ഒക്കെ പറയുന്നുണ്ട്. കാല ഫിറൗൻ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. എന്നുള്ളത് കൊണ്ട് അത് ഈ പറഞ്ഞ ഫിറൗൻ റിപ്പോർട്ട് ചെയ്തു എന്ന രീതിയിലല്ല വരിക. അങ്ങനെ പല സംഭവങ്ങളും ഹദീസിൽ ഇതേപോലത്തെ രീതിയിൽ വരാറുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം, കുറച്ചുകൂടി രസകരമായിട്ട് വരും. സദസ്സിലാണ് ശത്രുക്കളുടെ സദസ്സിൽ കഅബയുടെ ചുറ്റുമാണെന്നാണ് സിറിയയിലെ ചില റിപ്പോർട്ടുകൾ കാണുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹൽ അവിടെ ഉണ്ട്. അബൂജഹൽ അവരോട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും അദ്ദേഹത്തിന്റെ തല കുനിച്ച് അദ്ദേഹം നമ്മൾ സുജൂദ് എന്ന് പറയുന്ന ആ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ സന്ദർഭത്തിലാണ് എങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു ആദ്യം. അപ്പോൾ അവർ കൂടുതൽ ആളുകൾ പറഞ്ഞു നഅം, അതെ അദ്ദേഹം സാഷ്ടാംഗം വെക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നു ഫഖാല വല്ലാത്തി വൽ ഉസ്സ, ലാത്തിയും ഉസ്സയും തന്നെയാണ് സത്യം, അവരുടെ പ്രധാനപ്പെട്ട ദൈവങ്ങളായിരുന്നു. ആ ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയാണ് അബൂജഹൽ, ലഇൻ റഅയ്തുഹു യഫ്അലു ദാലിക, അങ്ങനെ അദ്ദേഹം സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നെങ്കിൽ ലഅതഅന അലാ റഖബതിഹി ഔ ലഅഅഫറന വജ്ഹഹു ഫി തുറാബ്, എത്രത്തോളം ദേഷ്യം നുരഞ്ഞു പൊന്തുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ലഅതഅന അലാ റഖബതി, അദ്ദേഹം ഇങ്ങനെ സുജൂദിലിരിക്കുകയാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഞാൻ ചവിട്ടി മെതിക്കും, എന്റെ കാലുകൊണ്ട് ഞാൻ ചവിട്ടി മെതിക്കും. ഔ ലഅഅഫറന വജ്ഹഹു ഫി തുറാബ്, അല്ലെങ്കിൽ മുഹമ്മദിന്റെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് ഞാൻ മണ്ണ് വാരി എറിയും, മണ്ണ് പറ്റിപ്പിക്കും. അപ്പോ ഇതൊക്കെയാണ് ലിയാഖത്തിനെ സംബന്ധിച്ചിടത്തോളം സാധുവാണ്. ഇപ്പോൾ ഞാൻ അബൂജഹലിന്റെ വക്കീലാണ് പോലും പറയുന്നത്. അതായത് അബൂജഹൽ ഈ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ കറാമത്ത് കഥകളൊക്കെ മനസ്സിലുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഹദീസ് ശരിക്കും മനസ്സിലാവും. മറക്കാനല്ല, ഇത് കേൾക്കുന്ന വിശ്വാസികളോടും കമന്റ് ബോക്സിലും ജിഹാദ് നടത്തുന്ന അർജുൻ ഉസ്താദിനോട് കൂടി ചേർത്താണ് ഈ പറയുന്നത്. ഇനി കേൾക്കട്ടോ, എന്താണ് ഈ ഹദീസിന്റെ കഥ? നമുക്ക് അതൊന്ന് പരിശോധിക്കണം. എന്റെ മുമ്പ് അവർക്ക് എന്തോ പറയാനുണ്ട്, അതുകൂടി കേൾക്കാം. അപ്പൊ അവർ പറഞ്ഞ ഹദീസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ആ സ്ക്രീനിൽ കാണിക്കുന്ന ഹദീസ് എല്ലാവർക്കും വിശദമായിട്ട് നോക്കാം. അൻ അബീ ഹുറൈറത ഖാല അബൂജഹൽ എന്നാണ് ഇതിൽ പറയുന്നത്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അബൂജഹൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് ഈ പറഞ്ഞത്. അതായത് ഇതിന്റെ സനദാണ്, സനദ് അല്ല അബൂജഹൽ പറഞ്ഞായിട്ട് മനസ്സിലായില്ല. അബൂജഹൽ പറഞ്ഞിട്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, സാധാരണ ഹദീസുകളൊക്കെ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടിട്ടുള്ളത്. ഇതിൽ നോക്കൂ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല അബൂജഹൽ, അബൂജഹൽ പറഞ്ഞു. ആര്? അബൂ ഹുറൈറ പറയണം അബൂജഹൽ പറഞ്ഞു എന്ന്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചോളി. അബൂജഹൽ പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ എഴുതി വെക്കാണ്. എന്നിട്ട് ആ ഹദീസ് ഇവർ പറഞ്ഞ വിശദീകരിച്ച ഭാഗം അവിടെ ഉണ്ട്. മുഹമ്മദ് നബി പിന്നെ മക്ക ഖുറൈശികളിൽ പെട്ട ഒരു കൂട്ടം ആളുകൾ. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് ആദ്യ ഭാഗം എടുക്കാം. ഇവിടെ ഇയാൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, അബൂ ഹുറൈറയോട് ആര് പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇയാൾ ഹദീസ് വായിക്കുന്നത്. ഹദീസിൽ അങ്ങനെയല്ല. ആദ്യം ഹദീസ് കൃത്യമായിട്ട് ഒന്നെങ്കിലും വായിക്കാനെങ്കിലും പഠിക്കാനുള്ള ആ ഒരു വിദ്യാഭ്യാസമെങ്കിലും നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ അന്ന അബൂ ഹുറൈറ ഖാല അബൂജഹൽ ഹൽ യുഹഫിറു മുഹമ്മദിൻ വജഅഹു ബൈന അർളിക്കും. അതായത് ഇവിടെ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാല്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാണ്. അബൂ ഹുറൈറ പറയാണ്, കാല പറയൂ, പിന്നെ കാല അബൂജഹൽ ഹൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, കാല അബൂജഹൽ ഹൽ. ഇവിടെ അബൂജഹല് ചോദിക്കുകയാണ്. ആരോട് ചോദിക്കാണ്? അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കാല ഇവിടെ ഒന്നാമത് മനസ്സിലാക്കിയിട്ട്, കാല എന്നുള്ളതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് ഡയറക്റ്റ് അർത്ഥം എന്നുള്ളത് പറഞ്ഞു എന്നുള്ള അർത്ഥമാണ്. പിന്നെ ഇതിന് അർത്ഥം വരിക പ്രസ്താവിച്ചു അല്ലെങ്കിൽ ചോദിച്ചു എന്നുള്ള അർത്ഥങ്ങളാണ് ഇതിന് വരിക. നമുക്ക് ഹദീസിന്റെ അർത്ഥം, അതിന്റെ അർത്ഥങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും.
ഇപ്പൊ ഇയാള് കാണിച്ചതിന് തന്നെ ആ ആസ്കഡ് എന്നുള്ള അബൂ ഹുറൈറ അബൂജഹൽ ആസ്കഡ് പീപ്പിൾ എന്ന് കാണാൻ കഴിയും. അയാള് കാണിച്ച സ്ക്രീനിൽ കാണിച്ച അതിൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അത് ഹൽ എന്ന് വന്നു കഴിഞ്ഞാൽ മാ അല്ലെങ്കിൽ ഹൽ എന്നൊക്കെ അവസാനം വന്നു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമായിട്ടാണ് എടുക്കുക. അവിടെ കാല എന്നുള്ളതിന് ചോദിച്ചു എന്നുള്ള അർത്ഥമാണ് വരിക. അത് സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ഇവിടെ ഈ അർത്ഥങ്ങൾ വരിക എന്നുള്ളത്. ആദ്യം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് ഹദീസ് നിരൂപണം നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ മറുപടി ഇവിടെ ഈ ഹദീസിന്റെ മത്തിന് എന്താണ്? കാല അബൂ ഹുറൈറ കാല, അതാണ് മത്തിന്. അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് സ്പീച്ച് ആണ് വരുന്നത്. ഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അബൂജഹൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് അബൂ ഹുറൈറ ഉള്ളതാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത പ്രശ്നങ്ങൾ അയാൾ പറയുന്നുണ്ട്, നമുക്ക് അത് കേട്ടിട്ട് മറുപടിയിലേക്ക്. അവിടെ ഇരിക്കുന്നിടത്ത് അബൂജഹൽ വന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുഖം കുത്തി തല കുനിച്ച് തല മണ്ണിൽ വെച്ചിട്ട് അങ്ങനെ സുജൂദ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ലാത്തി മുസ്ലിം മനാത്തിൻ തന്നെയാണ് ഇവിടെ തന്നെ അയാൾ പറയില്ലേ ചോദിച്ചു തന്നെയാണ് അവിടെ കാല എന്ന് പറഞ്ഞാൽ ചോദിച്ചു. അവിടെയുള്ള ആളുകളോട് ചോദിച്ച കാര്യമാണ് അവർ പറയുന്നത്. ഹദീസിന്റെ പൂർണ്ണ മലയാളം വായിച്ച് സത്യം. അങ്ങനെ മുഹമ്മദ് നബി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാന് മുഹമ്മദിന്റെ തല മണ്ണിൽ പൂത്തും എന്നാണ്. ഓക്കെ, അപ്പൊ ഇത് പറയുക മാത്രമല്ല, എന്നിട്ട് അബൂജഹൽ അങ്ങോട്ട് പോയി. എന്തിനാ? ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോയിട്ട് നോക്കുമ്പോ എന്താണ്, അവനുണ്ട് ബേജാറായി കയ്യൊക്കെ വീശിയിട്ട് എന്തോ മേലിലേക്ക് ഇങ്ങനെ പറന്നു വരുമ്പോൾ അതിനെ തട്ടിക്കളയാൻ വേണ്ടി ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ കാണിച്ച് തുഴഞ്ഞ് അബൂജഹൽ എന്തോ കണ്ട് പേടിച്ചിട്ട് ഓടി വരുന്നു. അപ്പൊ ചോദിച്ച് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കും അവനും ഇടയിൽ, അതായത് മുഹമ്മദ് നബിക്കും അബൂജഹലിന്റെ ഇടയിലും ഒരു ഹന്തക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ. ആ ഹന്തത്തിൽ അതായത് ഒരു കിടങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ആ കിടങ്ങിൽ നിറയെ അഗ്നിയാണ്. ആ അഗ്നിയിൽ നിന്ന് ചില പറവകൾ ചിറകിട്ടടിച്ച് പറന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ പേടിച്ചിട്ട് പോകുന്നു. Thereupon Allah's messenger said, if he were to come near me, the angel would have torn him to pieces. അത്ര ഇപ്പം നബി പറഞ്ഞു, ഓ അബൂജഹൽ ഞാൻ എന്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ജിബ്രീൽ അവനെ പീസാക്കിയേന്ന്. ഇനി നിങ്ങൾ കേട്ടോളി. ഇപ്പൊ മുഹമ്മദ് നബിനെ തൊട്ടാൽ ജിബ്രീൽ പീസാക്കും എന്നുള്ളത് മുഹമ്മദ് നബിന്റെ വാക്കാണ് കേട്ടോ. ഇത് സഹിഹായ ഹദീസ് ആണെങ്കിൽ ശരി ആയിക്കോട്ടെ. എന്നിട്ട് ഈ ഹദീസിനെ കുറിച്ച് ഈ ഹദീസ് എഴുതിയ ആള്, the narrator said, we do not know whether it is the hadith transmitted by Abu Huraira or something conveyed to him from another source. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഹദീസ് സഹീഹ് മുസ്ലിം ഹദീസിനെ നടുക്ക് എഴുതി വെച്ചതാണ്. ഇനി വിശ്വാസികളോട് ഞാൻ ചോദിക്കും, ഈ സോഴ്സ് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് പിന്നെ അടുത്ത അയാളെ വിഷയം. അവിടെ അറബിയിൽ ഇങ്ങനെയാണ് ഈ ഹദീസിൽ കൊടുത്തത്. ലാ നദ്രി ഫി, എനിക്കറിയില്ല എന്ത് ഹദീസ് ബി അബി ഹുറൈറ ഔ ഷൈഖൻ ബലഹു, അതായത് ഇത് അബൂ ഹുറൈറയുടെ ഹദീസാണോ അതോ അദ്ദേഹത്തിലെത്തിയ വാർത്തയാണോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് അവിടെ ആ ഇംഗ്ലീഷിലെ ഇതിന്റെ വാർത്ത. അല്ലാതെ സോഴ്സസ് മാത്രം, ആ സോഴ്സസ് എന്താണെന്ന് അറിയില്ല എന്ന് മാത്രം വായിച്ചാൽ സമയപ്പെടുത്താൻ കിട്ടൂല. മനസ്സിലായില്ലേ? ഇതാണ് ഇയാൾ കൂട്ടിമാറ്റുകയും വെള്ളം പറയുന്നതിന്റെ ഒക്കെ ലക്ഷണമൊത്ത കള്ളൻ എന്ന് നമുക്ക് പറയാം. ഇനി ഞാൻ പറഞ്ഞത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? അബൂ ഹുറൈറ ഈ വിവരം നേരിട്ട് നബിയിൽ നിന്ന് കേട്ടതാണോ അതോ മറ്റു ആരിൽ നിന്നെങ്കിലും കേട്ടതാണോ എന്ന് നിവേദകന് പൂർണ്ണമായി വ്യക്തതയില്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഈ സംഭവം അല്ല, ഈ സോഴ്സ് എന്താണെന്ന് അറിയില്ല എന്നല്ല, സോഴ്സ് അറിയില്ലെങ്കിൽ ഈ സനത് വരില്ല. ഈ പറഞ്ഞ ആള് ഈ സനത് ഒന്നും കൊണ്ടുവരില്ല. മനസ്സിലായില്ല? ഈ അബൂ ഹുറൈറയിലേക്ക് എത്തുന്ന സനത് എത്തൂല. അവിടെ ഒന്നും അറിയില്ല ഈ പൊട്ടന്. അതായത് വേണ്ടിയില്ല, മുന്നോട്ട് പോവാം നമുക്ക്. എല്ലാ വിശ്വാസികളോടും നമ്മുടെ കിതാബിലുണ്ടോ എന്നല്ല, തെളിവ് ചരിത്രത്തിൽ തെളിവുണ്ടോ വെച്ചാൽ തെളിവ് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡം. ആ മാനദണ്ഡം വെച്ച് നമ്മൾ ഈ ഹദീസ് പരിശോധിക്കണം. അത് നിങ്ങളുടെ സനദിന്റെ തെളിവല്ല. നിങ്ങളുടെ സനദിന്റെ തെളിവ് അനുസരിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അബൂജഹൽ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഹദീസ് ആവുക? ഒന്നാമത്തെ കാര്യം അബൂജഹൽ പറഞ്ഞത് എങ്ങനെയാ നമുക്ക് തെളിവാകണം? അബൂജഹൽ പറഞ്ഞു എന്ന് ഈ പറഞ്ഞ ഈ അബൂ ഹുറൈറയോട് അബൂജഹൽ പറഞ്ഞു എന്ന് എവിടെ? ഹദീസിൽ അങ്ങനെ ഇല്ല ബോസേ. അതിൽ നിങ്ങൾ തന്നെ വായിച്ചില്ലേ? അവിടെ ഉള്ള ആളുകളോട് ഈ അബൂജഹൽ പറഞ്ഞു എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അതുപോലും മനസ്സിലാവുന്നില്ലേ? പൊട്ടനാണോ? ഇനി ഉദാഹരണത്തിന് ഞാൻ പറയാം. അബൂ ഹുറൈറ പറഞ്ഞു, അബൂജഹൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഇതിന്റെ ഘടന ഇങ്ങനെയാണ്. അബൂജഹലിന്റെ വാക്കുകൾ അബൂ ഹുറൈറയുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്, അല്ലാതെ അബൂ ഹുറൈറ നേരിട്ട് അബൂജഹലിനോട് സംസാരിച്ചതല്ല. അത് മറ്റ് സോഴ്സിൽ നിന്നും ലഭിച്ചതാണ്. കാരണം അബൂ ഹുറൈറ ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
അവിടെ ജീവിച്ച ആളാണല്ലോ, ജനിച്ച് ജീവിച്ച ആളാണല്ലോ, മറ്റാരിൽ നിന്നും കേട്ടതാവാം, അതല്ലെങ്കിൽ ഈ സംഭവം നേരിട്ട് കണ്ട ആളാവാം. അങ്ങനെ ഏതൊരു രീതിയും അതിലേക്ക് എത്താം. ഇവിടെ ഈ പറഞ്ഞ ഈ ഹദീസിൽ വരുന്ന അവസാനത്തെ വ്യക്തിയായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബിയാണ് എന്നുള്ളതാണ് ഹദീസ് സ്വീകരിക്കാൻ നമ്മൾ എടുക്കുന്ന മാനദണ്ഡം. അതാദ്യം മനസ്സിലാക്കാം. ഇനി അബൂജഹൽ എന്ന് പറഞ്ഞ ആള്, അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഒരു അത്രയും ഇസ്ലാമിന്റെ ശത്രുവായി പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ ഒരു കാര്യം ഹദീസിൽ ഉദ്ധരിച്ച് വെച്ചിട്ട് അത് തെളിവായിട്ട് മുന്നിൽ വെക്കാൻ നിങ്ങൾക്ക് ഉൾപ്പുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ, വീണ്ടും വീണ്ടും കള്ളത്തരം പറയല്ലേ? അങ്ങനെയല്ല. ഇത് അബൂജഹൽ അവിടെ ഉള്ള ആളുകളോട് പറഞ്ഞ കാര്യമാണ്. അവിടെ ഉള്ള ആരെങ്കിലും ആയിരിക്കാം അബൂ ഹുറൈറയോട് ഈ സംഭവം പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ ഈ പറഞ്ഞ അബൂ ഹുറൈറ ആ സ്ഥലത്ത് ചിലപ്പോൾ ഉണ്ടായേക്കാം, ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നാൽ തന്നെ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ഈ സംഭാഷണം നടക്കുമ്പോൾ സന്നിഹിതരായിരുന്ന ആളുകൾ ആരെങ്കിലും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഒരാളുകൾ ഉണ്ടല്ലോ, അവരാരെങ്കിലും അബൂ ഹുറൈറയോട് ഈ സംഭവം പറഞ്ഞതാവാം. അതാണ് ഹദീസിന്റെ നിദാന ശാസ്ത്ര ഇല്ല എന്ന് പറയുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം, ഒന്നുകൂടി മുന്നോട്ട് പോകാം. അബൂ ഹുറൈറ അബൂജഹലിനോട് പറഞ്ഞു എന്നുള്ള കഥ അതാണ് ഞാൻ വിശ്വാസികൾ വെറുതെ ഗൂഗിൾ എടുക്കാം. അബൂ ഹുറൈറ എപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്? മുഹമ്മദിന്റെ അടുത്തേക്ക് വന്നത് എന്തെങ്കിലും ഘട്ടത്തിൽ മക്കയിലേക്ക് വന്നിട്ടുണ്ടോ? അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിച്ച് മക്കയിലേക്ക് വന്ന് മക്കയിൽ വെച്ച് മുഹമ്മദിന്റെ കൂടെ സഹാബി ആയിരുന്നു അബൂ ഹുറൈറ. വിശ്വാസികൾ ആലോചിക്കേ, നിങ്ങൾ ഗൂഗിൾ ചെയ്യേ. അബൂ ഹുറൈറ ഇസ്ലാം സ്വീകരിച്ചത് ഹിജ്റ കഴിഞ്ഞ 7-ാം വർഷമാണ് എന്നാണ് കൃത്യമായ അഭിപ്രായം. എല്ലായിടത്തും കിട്ടുന്ന രേഖയനുസരിച്ച് അബൂ ഹുറൈറ എന്ന് പറയുന്ന ആൾ ഹിജ്റ കഴിഞ്ഞ് 7-ാം വർഷം, ഹിജ്റ 7-ാം വർഷത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് മദീനയിലേക്ക് വരുന്നത്. ഓർക്കാം. പിന്നെ അയ്യോ അതെ ഇനി അബൂജഹൽ എങ്ങനെ മരിച്ചത്? അബൂജഹൽ ബദറിൽ വെട്ടി മരിച്ചു. ബദറിൽ കൊന്നു. ബദർ നടക്കുന്ന ഹിജ്റ 2-ാം വർഷം. കറക്റ്റ്. അതെ, കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ അർജുൻ ഉസ്താദേ. ഇതിന്റെ പേരോ സഹീഹ്. ഇത് സഹിയാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് റസൂൽ പറഞ്ഞു എന്ന് വരണം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതില് ഹദീസിന്റെ നിദാനശാസ്ത്രം കൃത്യമായിട്ട് അറിയാത്തതിന്റെ കുഴപ്പമാണ്. മർഫൂ ഇല നബി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കപ്പെടുന്ന ഹദീസുകൾ അവ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് തുടങ്ങിയില്ലെങ്കിലും സനദ് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എന്താണ്, അത് സ്വീകാര്യമാണ്. അതായത് നബിയെ നേരിട്ട് കണ്ട വ്യക്തിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ മക്കയിൽ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളെ നേരിട്ട് കണ്ട ആളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ വരുമ്പോൾ തന്നെ ഈ സംഭവം ആർക്ക്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അറിയാൻ സാധിക്കും. അങ്ങനെ അറിയാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രം വെച്ചിട്ട് പരിശോധിക്കുക. അല്ലെങ്കിൽ എന്താവണം, ഈ പറഞ്ഞ ആള് തബ് ആയിരിക്കണം. അപ്പം ഈ സംഭവം നേരിട്ട് കാണാനോ അല്ലെങ്കിൽ ഈ സംഭവം കേൾക്കാനോ വഴിയില്ല എന്നാണ് മനസ്സിലാക്കുക. ഈ ഹദീസ് നിദാന ശാസ്ത്രം പോലും അറിയില്ലെങ്കിൽ അത് നമ്മൾ ക്ലാസ് എടുത്ത് തരേണ്ട ഗതികേടാണ് ഇപ്പൊ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒന്നും അറിയില്ല. ഇസ്ലാം വിമർശനം എന്ന പേരിൽ അവഹേളനം മാത്രമേ നിൽക്കുന്നുള്ളൂ. കാല എന്ന് കേൾക്കുമ്പോഴേക്ക് അതിനപ്പുറം ഇനിയും വാക്കുകളുണ്ട് എന്നുപോലും ഇയാൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. കാല എന്ന് കഴിഞ്ഞതിന് ശേഷം ഹൽ എന്ന ഒരു വാക്കുണ്ട്. അത് ഹൽ എന്നുള്ളതോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മാ എന്നോ ഉണ്ടെങ്കിൽ എന്തായി? അവിടെ നാം എന്ന് വരും. അവിടെയാണ് നമ്മൾ ഹദീസ് ഇനി പൂർണ്ണമായിട്ട് വായിക്കേണ്ടത്. ഈ ഹദീസ് തന്നെ നമുക്ക് പല സ്ഥലത്തും കാണാം. മുഫസ്സിറുകൾ തന്നെ പല തഫ്സീറുകളും ഈ ഹദീസ് കോട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? സൂറത്ത് അലക്കിൽ 96-ാമത്തെ അധ്യായത്തിലെ 6 മുതൽ 9 വരെയുള്ള വചനത്തിന്റെ താഴെ നമുക്ക് കാണാൻ. ഇത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് അമാനി തഫ്സീറിലെ ഒരു ഭാഗമാണ്. അവിടെ പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു സംഭവം മുസ്ലിം റഹ്മത്തുള്ളാഹി മുതലായവർ ഇപ്രകാരം ഉദ്ധരിക്കുന്നു. അബൂജഹൽ ചോദിച്ചു. അർത്ഥം കൊടുത്താണല്ലേ. ഇതാണ് അറബി അറിയുന്നവരും അർത്ഥം വെച്ചാലും ഈ ആളുകൾ അർത്ഥം വെച്ചാലുള്ള പ്രശ്നം. അവിടെ അയാൾ വായിക്കുന്ന ഇംഗ്ലീഷിൽ തന്നെ ഉള്ളത് ആസ്ക്ഡ് എന്നുള്ളതാണ്. ഇത് കാരണം ചോദിച്ചു എന്നുള്ളതാണല്ലോ. ഇനി ഹദീസ് ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം. അബൂജഹൽ ചോദിച്ചു. ആരോട് ചോദിച്ചു? നിങ്ങളുടെ ഇടയിൽ വെച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ മുഖം മണ്ണിൽ വെക്കാറുണ്ടോ, അതായത് സുജൂദ് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവിടെ. ഇവിടെ മണ്ണിൽ വെക്കാറുണ്ടോ എന്നല്ലേ ഇയാൾ എന്താണ് അർത്ഥം വെക്കാൻ അള്ളാഹു ഉണ്ട്. അവിടെ പറയാനേ നാം. മനസ്സിലായോ? ഇവിടെ ഹൽ എന്ന് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് നാം അല്ലെങ്കിൽ ലാ എന്നുള്ള അർത്ഥമാണ് വരിക. അതായത് നാം എന്ന് പറഞ്ഞാൽ അതെ, ലാ എന്നാൽ ഇല്ല,
എന്നുള്ള ചോദ്യം ആയിട്ടാണ് വരിക ഹൽ എന്ന് വന്നു കഴിഞ്ഞാൽ. അപ്പോ ഉണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ആര്? ഈ അബൂജഹൽ പറയാണ്, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവനത് ചെയ്യുന്നത് ഞാൻ കണ്ടാൽ നിശ്ചയമായും അവന്റെ പിരടിക്ക് ഞാൻ ചവിട്ടും, അവന്റെ മുഖം ഞാൻ മണ്ണിൽ പൂട്ടും, ചവിട്ടിയിട്ട് എന്ത് ചെയ്യും, ഈ മണ്ണിലേക്ക് പൂട്ടും എന്നുള്ള രീതിയിൽ അയാൾ പറയാൻ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ അവൻ പിരടിക്ക് ചവിട്ടുവാനായി ചെന്നു. അപ്പോഴേക്കും അവൻ അതേ ചെന്ന കാലിൽ തന്നെ പെട്ടെന്ന് മടങ്ങുകയും കൈകൊണ്ട് തുടക്കുകയും ചെയ്തു. തനിക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കപ്പെട്ടു. അവിടെയുള്ള ആളുകൾ ചോദിച്ചു, എന്ത് പറ്റി, താനെ അവിടെ ഇതാക്കാൻ പോയതല്ലേ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. തിരിച്ചു വന്നപ്പോ ചോദിക്കപ്പെട്ടു. അവൻ പറഞ്ഞു, എനിക്കും അവനും ഇടയിൽ ഒരു അഗ്നിയുടെ കിടങ്ങ്, കുറെ ഭയാനകമായ വസ്തുക്കളും ചിറകുകളുള്ള ഇതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. അപ്പം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഈ സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ലാ നദിരി ഫി നബി, ഇത് പ്രവാചകനിൽ നിന്നും കേട്ടതാണോ അല്ലേ എന്നുള്ളത് ഈ പറഞ്ഞ റിപ്പോർട്ടർക്ക് അറിയില്ല എന്നാണ് ആ റിപ്പോർട്ടർ പറഞ്ഞത്. അതല്ല വേറെ ഏതെങ്കിലും നബി വേറെ ആരോടെങ്കിലും പറഞ്ഞത് ഈ അബൂ ഹുറൈറയോട് ആ ആള് പറഞ്ഞതാണോ എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇയാൾ മൊത്തത്തിൽ ഹദീസിന്റെ ഇതിനെ തള്ളാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി അവൻ എന്നോട് അടുത്ത് വന്നിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഓരോ അവയവവുമായി റാഞ്ചി എടുക്കുമായിരുന്നു. ഇതുപോലെ വേറെയും നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും. ഈ അടിസ്ഥാനത്തിൽ അടുത്ത വചനങ്ങൾ സൂചിപ്പിക്കുന്ന അബൂജഹലിനെ പ്രസ്തുത സംഭവങ്ങളുമാണെന്ന് പല മുഫസ്സിറുകളും പറയുന്നു. ഇതാണ് ഈ അമാനി തഫ്സീറിൽ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ കൃത്യമായിട്ട് അതിൻ്റെതായ രീതികളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നബിയിലേക്ക് നേരിട്ട് മർഫൂആയ ഹദീസ്, അതായത് മർഫൂ ഇല നബി, അതായത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് തുടങ്ങിയില്ലെങ്കിൽ പോലും എന്താണ്, ഇത് സനദ് ശരിയായ മതി. ഇത് ഈ പറഞ്ഞ ആള് സഹാബി ആയി കഴിഞ്ഞാൽ തന്നെ ഈ ഹദീസ് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് മനസ്സിലായി. രണ്ടാമത്, ഇത് അബൂജഹല് അബൂ ഹുറൈറയോട് പറഞ്ഞു എന്നല്ല ഉള്ളത് മണ്ട. കൃത്യമായിട്ട് ഒന്നും കൂടി വായിക്കി, ആ ഇംഗ്ലീഷെങ്കിലും ഒന്ന് വായിക്കുക. അറബി നിനക്ക് വായിക്കാറില്ല എന്ന് മനസ്സിലായി, ഞാൻ ഇംഗ്ലീഷെങ്കിലും ഒന്ന് വായിച്ചിട്ട് ആ അർത്ഥം പറയും. ആരെങ്കിലും ആ ഇംഗ്ലീഷ് വായിച്ചിട്ട് അങ്ങനെ ഒരു അർത്ഥം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചെറിയൊരു മണ്ടത്തരം കൂടി പറയുന്നുണ്ട്. ഇനി നാക്കുവയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതായത് മറ്റേ ബദറിൽ, അതായത് അതിന് 5 വർഷത്തിന് ശേഷം ജനിച്ച അബൂ ഹുറൈറയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബദറിന് ശേഷം 5 വർഷത്തിന് ശേഷം ജനിച്ചല്ല ഇസ്ലാം സ്വീകരിച്ച, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ഇതാക്കിന്ന് വേണ്ട, അങ്ങനെ ആയിരിക്കും അയാൾ ഉദ്ദേശിച്ചത്. എന്നിട്ടാണ് സ്വഹീഹ് പറഞ്ഞത്. എന്താണ് തന്നെ. അപ്പൊ ഇതാണ് സംഭവം നമുക്ക് പറയാനുള്ളത്. ഈ ഹദീസ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിന് പ്രത്യേകമായിട്ട് ഇതൊന്നുമില്ല. ഈ എമുക്കൾക്കും അതേപോലെ ഇയാളുടെ ഫാൻസിനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തുക. ഹദീസ് സഹീഹ് മുസ്ലിമിൽ 2797 ഹദീസ് ആർക്കും കിട്ടുന്നതാണ്. നിങ്ങൾ തന്നെ എടുത്തൊന്ന് വായിക്കാം, എന്നിട്ട് ഇയാൾ പറഞ്ഞതൊന്ന് കേൾക്കാം. അപ്പൊ എത്രത്തോളം ഉണ്ട് ഇയാളുടെ മണ്ടത്തരം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. വാഹൃദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.